എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രേത അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഞാനും എൻ്റെ 2 കൂട്ടുകാരികളും കൂടി മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. നഗരത്തിലെ തിരക്കിൽ നിന്നും ഒന്ന് മാറി നിശബ്ദമായ പ്രകൃതിയിലേക്ക് പോകണമെന്ന് തോന്നിയതുകൊണ്ടാണ് ആ തീരുമാനം. മൂന്നാറിലെത്തി ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് കണ്ട് ഞങ്ങൾ അമ്പരന്നു. മലനിരകളുടെ നടുവിൽ മഞ്ഞു മൂടിയ കാഴ്ചകൾ, ചുറ്റും കാടുകൾ, എല്ലാം ഒരു സ്വപ്നം പോലെ. വൈകുന്നേരം 3 മണിക്ക് ഞങ്ങൾ റിസോർട്ടിലെത്തി. യാത്രയുടെ ക്ഷീണം കാരണം അന്ന് പുറത്തേക്ക് പോകാതെ അടുത്ത ദിവസം സൈറ്റ് സീയിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. രാത്രിയായപ്പോൾ തണുപ്പ് കൂടി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് സമയം ചിലവഴിച്ചു. ഒടുവിൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോയി. പക്ഷേ അതിനുശേഷമാണ് എല്ലാം തുടങ്ങിയത്. ആദ്യം ഒരു ചെറിയ ശബ്ദം. അത് കാറ്റിൻ്റെ ശബ്ദമാണെന്ന് കരുതി ഞങ്ങൾ അവഗണിച്ചു. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം ആ ശബ്ദം വീണ്ടും കേട്ടു. ഇക്കുറി അതൊരു കരച്ചിൽ പോലെ, വളരെ ദൂരത്തു നിന്ന് വരുന്നത് പോലെ. നിങ്ങൾക്കും അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വളരെ പതുക്കെ അവരോട് ചോദിച്ചു. എല്ലാവരും ഭയന്ന് ഒരുമിച്ച് നോക്കി. അവരും കേട്ടിരുന്നു. റിസോർട്ടിന് ചുറ്റും വീടോ ആളുകളോ ഒന്നുമില്ലായിരുന്നു. അതിനാൽ തന്നെ ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ഞാൻ ധൈര്യമായി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പിന്നിലെ വിൻഡോ തുറന്നു. അവിടെ കണ്ട കാഴ്ച എൻ്റെ ശരീരം പോലും വിറപ്പിക്കുന്നതായിരുന്നു. കുറച്ച് അകലത്തിൽ ഒരു പഴയ ബംഗ്ലാവ്, പൂർണ്ണമായി അടഞ്ഞത്, ചുറ്റും കാടുകൾ കൊണ്ട് മൂടിയ. വെളിച്ചമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ രൂപം തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത്. അപ്പോഴാണ് വീണ്ടും ആ കരച്ചിൽ കേൾക്കുന്നത്. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരുന്നു. ഒരു സ്ത്രീയുടെയും കുട്ടികളുടെയും. വിൻഡോ അടയ്ക്കൂ, എൻ്റെ കൂട്ടുകാരൻ നിലവിളിച്ചു. ഞാനും പേടിച്ചിട്ട് ഉടനെ വിൻഡോ അടച്ചു. അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ആ ശബ്ദം മുഴുവൻ രാത്രിയും തുടരുകയായിരുന്നു. എങ്ങനെയൊക്കെ ഞങ്ങൾ നേരം വെളുപ്പിച്ചു. ഇനിയും അവിടെ തുടരാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിരാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ റിസപ്ഷനിലേക്ക് ചെന്നു. ഇവിടെ അടുത്തൊരു ബംഗ്ലാവ് ഉണ്ടല്ലോ, അവിടെ നിന്നൊരു ശബ്ദം കേട്ടു, ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ ചിരിച്ചു. അവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പ്രായമായ ഒരു സെക്യൂരിറ്റി ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചാൽ വല്ലതും അറിയാൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അയാളോട് കാരണം തിരക്കി. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അയാൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് തന്ന 304 എന്ന മുറി ആർക്കും കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഈ തവണ റൂം ഫുള്ളായതുകൊണ്ടാണ് ആ മുറി ഞങ്ങൾക്ക് തന്നത്. ആ മുറിയിൽ നേരത്തെ താമസിച്ച ഗസ്റ്റിനും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. അതിനുശേഷം അയാൾ ആ ബംഗ്ലാവിൻ്റെ കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ആ ബംഗ്ലാവിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു. ഒരു അമ്മയും അവളുടെ 2 കുട്ടികളും. ഒരു രാത്രി അവരെ ആരോ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആ സംഭവത്തിന് ശേഷം ആ സ്ഥലം അടച്ചു. അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം അതിൻ്റെ ഓണർ വന്നിട്ട് ആ ബംഗ്ലാവ് വീണ്ടും പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ രാത്രി താമസിച്ച തൊഴിലാളികൾക്ക് വിചിത്രമായ ചില അനുഭവങ്ങൾ ഉണ്ടായി. ചില ശബ്ദങ്ങൾ, നിഴലുകൾ, ഒരു സ്ത്രീയും കുട്ടിയും തൂങ്ങി നിൽക്കുന്ന കാഴ്ച. അവർ എല്ലാവരും ഭയന്നോടി. അതിനുശേഷം ആരും ആ സ്ഥലം തൊടാൻ പോലും തയ്യാറായില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ച് ഉടനെ ചെക്കൗട്ടായി. അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ മനസ്സ് ഭയത്തോടെ നിറഞ്ഞിരുന്നു. ആക്ച്വലി ഐ ഡോണ്ട് നോ അബൌട്ട് ദ ട്രൂത്ത്. പക്ഷെ ഇപ്പോഴും ആ ഓർമ്മകൾ എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണേ.